ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിൾ ഐഫോൺസിൽ എങ്ങനെ നമുക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പം റിമൈൻഡേഴ്സ് എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡേഴ്സ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആദ്യമായിട്ടാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇതിൽ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റിമൈൻഡർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ താഴെ ന്യൂ റിമൈൻഡർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് റിമൈൻഡറിന്റെ ടൈറ്റിൽ ചോദിക്കുന്നുണ്ട്. ടൈറ്റിൽ കൊടുക്കുക. അതുപോലെ തന്നെ റിമൈൻഡറിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പം ആ നോട്ട്സുകളൊക്കെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം ഏതെങ്കിലും ഒരു ഡേറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു റിമൈൻഡർ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓൺ ആക്കുക. ഡേറ്റ് ഓൺ ആക്കിയാൽ ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. ഇതിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ കലണ്ടറിൽ എത്തുന്നതായിരിക്കും. ഇപ്പം ഏത് ഡേറ്റ് ആണോ വേണ്ടത് ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുക. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു കറക്റ്റ് ടൈമിൽ ഈ ഒരു റിമൈൻഡർ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈമും കൂടി ഓൺ ആക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു ടൈമും അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ടൈം ആവുന്നതിന് മുമ്പ് നമുക്ക് ഒരു റിമൈൻഡർ വേറെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏർലി റിമൈൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതും സെറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ടൈം ആവുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ റിമൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് കൊടുക്കാം. അല്ല 2 മണിക്കൂർ മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ 2 hours ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ 1 month ബിഫോർ വരെ ഓപ്ഷനിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ടൈമിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എനിക്കൊരു റിമൈൻഡർ വേറെ വരുന്നതായിരിക്കും. ചിലപ്പം ഈ ഒരു റിമൈൻഡർ നിങ്ങൾക്ക് ഡെയിലി സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഡെയിലി ആണെന്നുണ്ടെങ്കിൽ ഡെയിലി സെലക്ട് ചെയ്യാം. അല്ല ഹവർലി ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വീക്ക് ഡേയ്സ്, വീക്കെൻഡ്സ്, വീക്ക്ലി അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാവുന്നതാണ്. അല്ല കസ്റ്റം വേണമെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു റിപ്പീറ്റ് ചെയ്യുന്നത് എൻഡ് ചെയ്യേണ്ട ഒരു ഡേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻഡ് റിപ്പീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻഡ് റിപ്പീറ്റ് ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു എൻഡ് ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി എന്തെങ്കിലുമൊക്കെ ടാഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാഗ് ആഡ് ചെയ്യാം. പിന്നെ ലൊക്കേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു റിമൈൻഡർ കാണേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. കറണ്ട് ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഗെറ്റിംഗ് ഇൻ, ഗെറ്റിംഗ് ഔട്ട്, അതുപോലെ തന്നെ കസ്റ്റം ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം കസ്റ്റം ലൊക്കേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു റിമൈൻഡർ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് ചെയ്യുമ്പോഴാണ് ഈ ഒരു റിമൈൻഡർ കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ വെൻ മെസ്സേജിങ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ചൂസ് എ പേഴ്സൺ കൊടുക്കുക. അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു റിമൈൻഡർ നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്ലാഗ് ഓപ്ഷൻ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ആക്കാം. പിന്നെ പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഹൈ പ്രയോറിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹൈ സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നൺ എന്നുള്ളത് കൊടുത്താലും മതി. പിന്നെ ഇമേജസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് ആഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും അതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ആഡ് ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിമൈൻഡർ ആഡ് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു റിമൈൻഡർ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ റിമൈൻഡർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.